കടലിൽ പോയാലേ കിട്ടാൻ അത്യാവശ്യം സമയമെടുക്കും. ഏ ഈ തീരദേശത്തെ ആളുകൾ ഇങ്ങനെ വൻ പ്രതിഷേധമായിട്ട് ഇറങ്ങേണ്ട കാര്യമൊന്നുമില്ല. കടലിലേക്കാണ് പോയിട്ടുള്ളത്. അപ്പോൾ കടലിൽ കാണാതായാൽ ചിലപ്പോൾ അത് കിട്ടാൻ അത്യാവശ്യം സമയമൊക്കെ എടുക്കും. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രി കെ മുരളീധരൻ എന്ന് പറയുന്ന നമ്മുടെ ആരോഗ്യമന്ത്രി, അദ്ദേഹം ഇന്ന് പറഞ്ഞ വാക്കുകളാണത്. ഇത് എന്ത് തരം ന്യായീകരണമാണ് എന്ന് എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഏകദേശം ഇന്നേക്ക് 5 ദിവസമായി ആ ഒരു മനുഷ്യരെ കടലിൽ കാണാതായ ആ ഒരു നിമിഷം സജ്ജമായിട്ട് ഇറങ്ങിയിരുന്നെങ്കിൽ ഒരുപക്ഷെ രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്ന ഒരു മനുഷ്യൻ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞ് ആ വീട്ടുകാർ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് കടലിൽ പോയാൽ കിട്ടാൻ സമയമെടുക്കുമെന്ന് പറയുന്ന ഒരു വല്ലാത്ത ന്യായീകരണത്തിലേക്ക് നമ്മുടെ മന്ത്രിമാർ എത്തുന്നത്. എന്തൊരു ദുരിതമാണെന്ന് ആലോചിച്ച് നോക്കി. എന്തൊരു ദുരിതമാണ്. ആ മോള് പറയുന്നത് കൃത്യമായിട്ട് കേട്ടിട്ട് നിങ്ങളാണ് ഉത്തരം പറയേണ്ടത്, നമ്മൾ വോട്ടേഴ്സാണ് ഉത്തരം പറയേണ്ടത്. ഇത് കേൾക്കൂ. മുഖ്യമന്ത്രി ഇടയ്ക്ക് ഞാനൊരു ന്യൂസ് കേട്ടായിരുന്നു, അത് കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്നാലും ഞാൻ പറയാണ്, മുഖ്യമന്ത്രി സ്വന്തം മദർ ഇൻ ലോനെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹെലികോപ്റ്റർ എന്തോ എടുത്തിട്ട് പോയെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് കേൾക്കല്ലോ, ഏകദേശം സത്യമാണെന്ന് നമുക്ക് ഇന്നലെ മനസ്സിലായി. പക്ഷേ അതിനെ പല വിധത്തിൽ ന്യായീകരിക്കുകയും അദ്ദേഹം ഏതൊരു ഇൻവെസ്റ്ററെ കാണാൻ വേണ്ടി പോവുകയായിരുന്നൊക്കെ പറഞ്ഞു കിട്ടും. എനിക്കിപ്പോൾ മനസ്സിലാവാത്തത്, നമ്മുടെ മുഖ്യമന്ത്രിയേക്കാൾ വലിയ ഇൻവെസ്റ്റർ ആരാണ് അങ്ങോട്ട് പോയി കാണാൻ? അല്ലേ? അങ്ങനെയല്ല അതിനെ സംശയിക്കേണ്ടത്. അങ്ങോട്ട് പോയി കാണാൻ എത്ര വലിയ ഇൻവെസ്റ്റർ ആരാണ്? അങ്ങനെയാണെങ്കിൽ അതിനൊപ്പം നമ്മുടെ വ്യവസായ മന്ത്രി വേണ്ടേ? അല്ലേ? അങ്ങനത്തെ കുറച്ച് മന്ത്രിമാർ കൂടി ഉണ്ടെങ്കിലല്ലേ ഈ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന അത്തരം പ്രൊജക്റ്റിലേക്കൊക്കെ ചർച്ച നടത്താൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇത് രഹസ്യമായൊരു കൂടിക്കാഴ്ചയാണ്. ആരുമായിട്ടാണ് ആ രഹസ്യമായിട്ടുള്ള കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത്? ഇത് ഞാൻ ചോദിക്കുന്ന ചോദ്യമല്ല, കൃത്യമായിട്ടും കേട്ടോളൂ. ഒരു ഇൻവെസ്റ്ററെ കാണാൻ ഒരു രഹസ്യയാത്ര ഒന്നില്ലേ? യഥാർത്ഥത്തിൽ ഇപ്പൊ ഇൻവെസ്റ്ററെ കാണണമെങ്കിൽ ആ ഹെലികോപ്റ്റർ സ്ഥലം ഉണ്ടല്ലോ. വ്യവസായ മന്ത്രി ഇപ്പുറത്തിരുത്താം, ചീഫ് സെക്രട്ടറി കൂടി ഇരുത്താം, ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ ഇരുത്താം, IT സെക്രട്ടറി 4-5 സീറ്റ് ഉണ്ടല്ലോ, അവരെയും കൂടി കൊണ്ടുപോയിട്ടല്ലേ. അപ്പൊ എവിടെ വളർന്നു? ഇപ്പൊ ഈ ദുരൂഹതയാകെ ശക്തിപ്പെടല്ലേ. സാധാരണ ദുരൂഹത ശക്തിപ്പെടുക തന്നെയാണ്. പക്ഷെ വിഷയം അതല്ല. നമ്മുടെ നാട്ടില് മിസ്സിംഗ് ആയിട്ടുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് ആ പാവം ആ ഒരു മനുഷ്യന്റെ മകൾ വന്ന് കരഞ്ഞു പറയുമ്പോൾ അതിനെ അപമാനിക്കുന്ന രീതിയിൽ കടലിൽ പോയാൽ കുറെ സമയം പിടിക്കും കിട്ടാൻ, നിങ്ങൾ വെറുതെ കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണോ നമ്മുടെയൊക്കെ മന്ത്രിമാരിൽ നിന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്? കേൾക്കൂ. മുഖ്യമന്ത്രി ഇടയ്ക്ക് ഞാനൊരു ന്യൂസ് കേട്ടായിരുന്നു, അത് കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്നാലും ഞാൻ പറയാണ്, മുഖ്യമന്ത്രി സ്വന്തം മദർ ഇൻ ലോനെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹെലികോപ്റ്റർ എന്തോ എടുത്തിട്ട് പോയെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് അറിയായിരിക്കും ജീവന്റെ വില എന്താണെന്ന്. പ്രിവിലേജ്ഡ് ആയിട്ട് ഉള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല സിസ്റ്റം. ഓരോ സിസ്റ്റവും എടുക്കേണ്ടത് ഓരോരുത്തർക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ പബ്ലിക് സർവൻസ് എന്ന് പറഞ്ഞാൽ എന്തൊരു കൃത്യമായിട്ടാണ് ആ ഒരു പെൺകുട്ടി ഉത്തരം പറയുന്നത്. പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമായിട്ട് പ്രവർത്തിക്കുന്നതാവരുത് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രിവിലേജ്ഡ്? വലിയ കാര്യമൊന്നുമില്ല. ജാതിയുടെയോ മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ നിറത്തിൻ്റെയോ ഒക്കെ പേരിൽ ഒരു അവകാശമില്ലെങ്കിലും നമുക്ക് എന്തെങ്കിലും പതിച്ചു കിട്ടുന്നതിനെ പ്രിവിലേജ് എന്നൊക്കെ പറയാം. ബാക്കി കേൾക്കൂ. പേര് തന്നെ ഇവർ മാറ്റിമറിക്കുകയാണ്. സത്യത്തിൽ ഇവരെയൊക്കെ നമ്മൾ കൊണ്ടിരുത്തിയിട്ട് അവരുടെ പിറകെ നിവേദനങ്ങളായിട്ട് പിറകെ നടക്കേണ്ട അവസ്ഥയാണ് ഇപ്പൊ. അതിനി ഒരു ഇതും വരരുത്. ഇനി ഞങ്ങളായിരിക്കണം മേ ബി ദ ലാസ്റ്റ് വിക്ടിം. ഇനി ഈ മത്സ്യത്തൊഴിലാളികളെന്ന് കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്താണ് ഇത്ര ദേഷ്യം? നിങ്ങൾക്ക് എന്താണ് ഇത്ര വൈരാഗ്യം? നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ പ്രളയത്തിനും അതിനും ഇതിനൊക്കെ നിങ്ങൾ എല്ലാവരും ഇവിടെ വരുന്നുണ്ടല്ലോ. ഒരാളുടെ ന്യൂസ് അല്ലേ? കൃത്യമല്ലേ? പ്രളയം നടക്കുമ്പോഴൊക്കെ ഈ മത്സ്യത്തൊഴിലാളികൾ അവരെ തൊഴിലും കൂലിയൊക്കെ അവിടെ വെച്ചിട്ട് ഒരുപക്ഷെ നാശമായേക്കാവുന്ന തങ്ങളുടെ ബോട്ടും വഞ്ചിയും ഒക്കെ എടുത്തിട്ട് അവർ ഈ പ്രളയത്തിനും മറ്റു സഹായത്തിന് ഇറങ്ങുന്നില്ലേ? എനിക്ക് തോന്നുന്നത് അത് അവരൊരു മനസ്സാണ്. നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിലും അവരിറങ്ങുന്നുണ്ട്. ഇവരൊക്കെ അവിടെ കുത്തിരിക്കണമെന്നുള്ളതാണ്. അവർ ഒന്ന് തീരുമാനിച്ചാൽ മതി, ഞങ്ങൾ ഇറങ്ങുന്നില്ല എന്ന് വിചാരിച്ചാൽ തന്നെ തീരാവുന്ന എത്രയോ മനുഷ്യരുണ്ട്. എന്നിട്ടാണ് ഇത്തരം ആളുകൾക്കൊക്കെ നോക്കൂ, ആരാണ് ഇറങ്ങി രക്ഷപ്പെടുത്തിയിട്ടുള്ളത്? ഒരാളുമില്ല എന്നുള്ളതാണ്. മാത്രം എന്താ ഇത്ര വിലയില്ലാത്തത്?
ഇവിടുത്തെ ഇൻഎഫിഷ്യൻസിയുടെ കാര്യം പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഇവിടുത്തെ കോസ്റ്റ് ഗാർഡിനെ ചോദിക്കാൻ പറ്റുന്ന FIR മാത്രം എഴുതാൻ വേണ്ടിട്ട് എന്തിനൊരു കോസ്റ്റ് ഗാർഡ്? FIR മാത്രം മത്സ്യബെട്ടില് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ OP എഴുതുന്ന ഒരാളെ കൊണ്ട് അവിടെ ഇരുത്തിയാൽ മതി. അവരിതിനേക്കാൾ നന്നായിട്ട് FIR എഴുതും. ഇതിനു വേണ്ടിയിട്ട് ഞങ്ങളുടെ പൈസയോ ഞങ്ങളുടെ ടാക്സോ കൊടുക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ ടാക്സ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ സാലറി. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓരോ സിറ്റിസന്റെയും വില ഇമ്പോർട്ടന്റ് ആണ്. അവരുടെ ഓരോരുത്തരുടെയും വില നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ 10-15 പേര് കൂടുമ്പോൾ നാച്ചുറൽ കലാമിറ്റി ആയിട്ട് എഴുതി തള്ളാൻ വേണ്ടിയിട്ടുള്ളതല്ല ഇത്. നിങ്ങളെല്ലാം മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. മത്സ്യത്തൊഴിലാളികൾ എന്ന് കേൾക്കുമ്പോഴത്തേക്കും കുറെ കമന്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ അത് ഫോളോ ചെയ്യാം. ഓക്കെ, കമന്റ് ഇടുന്നവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ അറിയിപ്പ് കറക്റ്റ് സമയത്തിന് കൊടുത്തോ? 1:30 കടലിൽ ഇറങ്ങിയവരാണ് ഇവര്. നിങ്ങൾ അറിയിപ്പ് കറക്റ്റ് സമയത്തിന് കൊടുത്തോ? ഇല്ല. അനാസ്ഥയാണ് സുഹൃത്തുക്കളെ. ഇതൊക്കെ നമ്മളൊക്കെ ഇങ്ങനെ അനാസ്ഥയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ കുറെ കോൺഗ്രസ്സുകാർ വരും, കുറെ തെറി പറയും. ഇത് ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുള്ളൂ. ഇവരൊക്കെ അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് പക്ഷേ ഈ അധികാരത്തിൽ കയറുന്നതിന് മുമ്പ് തന്നെ ഇവിടെയുള്ള ഒരുപാട് ആളുകൾ നിരന്തരം പറഞ്ഞതാ. പക്ഷെ ആരും കേട്ടില്ല. എന്ത് ചെയ്യാൻ കഴിയും? ഇങ്ങനെ ഈ സംസാരിക്കുന്ന ഈ കുട്ടിയുടെ അച്ഛനെയാണ് കാണാതായിട്ടുള്ളത്. 5 ദിവസത്തോളായി. മനസ്സിലായില്ലേ? 5 ദിവസത്തോളായി കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ കുടുംബമാണ് ഈ സംസാരിക്കുന്നത്, മകളാണ് ഈ സംസാരിക്കുന്നത്. ഇതുവരെയും അദ്ദേഹത്തെ കണ്ടു കിട്ടിയിട്ടില്ല. ഇങ്ങനെയൊക്കെയുള്ള ഈ സമയത്താണ് നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രി ഇങ്ങനെ പറയുന്നത്, കടലിൽ പോയാൽ കിട്ടാൻ സമയമെടുക്കും. ബൈ.